TTP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനയായ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാനുമായി ചേർന്ന് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിലായി. വെസ്റ്റ് ബംഗാളിലെ നോർത്ത് 24 പാർഗനാസ് ജില്ലയിലെ നേപ്പാറ ഗ്രാമത്തിൽ ജനിച്ച അസ്ഫുൾ മാലിക് എന്ന 25-കാരനെയാണ് ബംഗളൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിലെ ജിഗാനിയിൽ APC സർക്കിളിന് സമീപം താമസിച്ചിരുന്ന ഇയാൾ ബൊമ്മസാന്ദ്രയിലെ വ്യാവസായിക മേഖലയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയായ ടാറ്റ അഡ്വാൻസ്ഡ് ലിമിറ്റഡിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. ഇതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ മുതലാണ് അയാൾ ഈ കമ്പനിയിൽ ജോലിക്ക് വരുന്നത്. തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയുമായി അസ്ഫുൾ മാലിക്കിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കാൻ പരിശീലനം നേടാൻ ഇയാൾ പദ്ധതി ഇടുന്നതായി ഹെബ്ബഗോഡി പോലീസിന് പ്രത്യേക വിവരം ലഭിച്ചിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ സോമശേഖർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓഗസ്റ്റ് 11-ന് അസ്ഫുൾ മാലിക്കിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഫേസ്ബുക്ക് വഴിയാണ് ഇയാൾ ഇമ്രാൻ ഹൈദർ എന്ന അഫ്ഗാൻ ഭീകരനുമായി ബന്ധം സ്ഥാപിച്ചത്. അയാൾ വഴി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പ്രതികാരം ചെയ്യാൻ സഹായം തേടുകയും ചെയ്തു. പള്ളികളിലും മദ്രസകളിലും മുസ്ലിങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ അസ്ഫുൾ മാലിക്കിന് വളരെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. കൂടാതെ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇസ്രയേലിനെ പിന്തുണച്ചതിനും കൂടിയാണ് ഇയാൾ ഏതുവിധേനയും പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചതെന്നും പോലീസ് പറയുന്നു. പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കാൻ സ്വയം പരിശീലനം നേടുന്നതിന് വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ഇയാൾ പാസ്പോർട്ട് എടുക്കുകയും അഫ്ഗാനിലെ വിസക്ക് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ഇയാളെ യാത്ര ചെയ്യുന്നതിൽ നിന്നും തടയുകയായിരുന്നു. ഇതാണ് ഇലക്ട്രോണിക് സിറ്റി DCP നാരായൺ പറയുന്നു. സംഭവത്തിൽ പ്രതിയായ അസ്ഫുൾ മാലിക്കിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വെച്ചുള്ള സംഭാഷണങ്ങളുടെ ഓഡിയോ റെക്കോർഡിംഗുകളും സന്ദേശങ്ങളും ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 113(3) പ്രകാരം ഇയാളുടെ പേരിൽ ഭീകരതയ്ക്ക് സഹായം നൽകൽ, പിന്തുണ നൽകൽ എന്നിവയ്ക്ക് ഹെബ്ബഗോഡി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും പോലീസ് പറയുന്നു. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അഫ്ഗാനിലെ തീവ്ര സംഘടനകളെ കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഒരാൾ രംഗത്ത് വരുന്നത് വളരെ അപൂർവമായ സംഭവങ്ങളിലൊന്നാണ്. ഇത്തരം മനോഭാവമുള്ള ഒരാൾ നമ്മുടെ രാജ്യത്തിന് എതിരെയും പലതും ചെയ്യാൻ മടിക്കില്ല എന്ന് വേണം കരുതാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പ്രതികരിക്കാൻ ഇയാൾ തയ്യാറായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അന്വേഷണ ഏജൻസികളുടെ വിശദമായ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.